गिरिवरधारी जय गोपीजनवल्लभा गिरिवरधारी यशोदानन्दन व्रज जनरञ्जना यशोदानन्दन व्रज जनरञ्जन यमुनतीरावनचारी यमुनतीरावनचारी जय राधा माधवा कुञ्ज विहारी जय श्री कृष्ण चैतन्य प्रभो नित्यानन्दा प्रियाद्वैत गदाधर शिवकवि गौरभक्तवृन्दा हरे कृष्णा कृष्ण कृष्ण हरे 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 राम 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 हरे 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 कृष्णा कृष्ण कृष्ण हरे 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 राम 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 हरे 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 कृष्णा कृष्ण कृष्ण हरे 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 राम 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 हरे हरे जय राधा गोपीजन वल्लभ राधा गोपीजन वल्लभ राधे जय राधा श्याम सुंदर राधा श्याम सुंदर राधे जय राधा माधव राधा माधव राधे जय गौरनिताय जय गौरनिताय जय गौरनिताय जय गौरनिताय जय प्रभुपद जय प्रभुपद जय प्रभुपद श्रील प्रभुपद जय गुरुदेवा जय गुरुदेवा जय गुरुदेवा जय गुरुदेवा श्री राधा गोपीचन वल्लभ भगवान की जय। हरे कृष्णा। ओम नमो भगवते वासुदेवाय। ओम नमो भगवते वासुदेवाय। ओम नमो भगवते वासुदेवाय। नारायणं नमस्कृत्य नरं चैव नरोत्तमं देवीं सरस्वतीं व्यासं ततो जयमुदीरयेत्। नष्टप्रायेषु भद्रेषु नित्यं भागवत सेवया भगवद्युत्तमश्लोके भक्तिर्भवति नैष्टकी। So Hare Krishna. ശ്രീമദ് ഭാഗവതം ഒന്നാം സ്കന്ധം അധ്യായം 5 ശ്ലോകം 39 ആണ് നമ്മളിപ്പോ എടുക്കാൻ പോകുന്ന. ഓക്കെ, സോ ശ്ലോകം നമുക്ക് വായിക്കാം. ഇമം സ്വനിഖമം ബ്രഹ്മൻ അവേദ്യമതനുഷ്ഠിതം അധാന്മേ ജ്ഞാനമൈശ്വര്യം സ്വസ്മിൻ ഭാവം ച കേശവ. ഇമം സ്വനിഖമം ബ്രഹ്മൻ അവേദ്യമതനുഷ്ഠിതം അധാന്മേ ജ്ഞാനമൈശ്വര്യം സ്വസ്മിൻ ഭാവം ച കേശവ. ഇമം സ്വനിഖമം ബ്രഹ്മൻ അവേദ്യമതനുഷ്ഠിതം അധാന്മേ ജ്ഞാനമൈശ്വര്യം സ്വസ്മിൻ ഭാവം ച കേശവ. ഹരേ കൃഷ്ണ. നമ്മളതിന്റെ വിവർത്തനം വായിക്കാം. അല്ലയോ ബ്രാഹ്മണ, ഇപ്രകാരം
പരമപുരുഷനായ ശ്രീകൃഷ്ണനാൽ വേദങ്ങളിലെ അതീന്ദ്രിയ വിഭാഗങ്ങളിൽ നിരന്തര ആവർത്തനം ചെയ്യുന്ന അതീന്ദ്രിയ ഭഗവത് ജ്ഞാനത്താൽ പ്രഥമമായി ഞാൻ സമ്മാനിതനായി. അനന്തരം ആത്മീയ ഐശ്വര്യങ്ങളാലും പിന്നീട് ഭഗവാന്റെ അന്തരംഗ പ്രേമയുധ സേവനത്താലും ഞാൻ സമ്മാനിതനായി. ഇവിടെ ശ്രീമദ് ഭാഗവതം നിങ്ങൾ തുടർച്ചയായിട്ട് ക്ലാസ് കേട്ടോണ്ടിരിക്കുകയാണല്ലോ അല്ലെ. അപ്പൊ ഇവിടെ നമ്മൾ 5-ാമത്തെ അധ്യായത്തിലെത്തി. അപ്പൊ നമ്മൾ ഒന്ന് പുറകിലോട്ടൊന്ന് നമ്മൾ തിരിഞ്ഞു നോക്കുമ്പോൾ നമ്മൾ എന്തൊക്കെയാണ് കവർ ചെയ്തിട്ടുള്ളത് എന്നുള്ളത് ജസ്റ്റ് ഒന്ന് നമുക്കൊന്ന് ഓടിച്ചു നോക്കാം. കാരണം അതിന്റെ ആ ഒരു ലിങ്ക് കിട്ടാനായിട്ട്. ഓക്കെ, അപ്പൊ 12 സ്കന്ധങ്ങളിലുള്ള ശ്രീമദ് ഭാഗവതത്തിലെ 1-ാം സ്കന്ധത്തിലെ 5-ാമത്തെ ചാപ്റ്റർ ആണിത്. അപ്പൊ അതിൽ 1-ാമത്തെ ചാപ്റ്റർ വന്നിട്ട് ശ്രീമദ് ഭാഗവതത്തില് സുതഗോസ്വാമിയോട് ശൗനക ഋഷിയുടെ നേതൃത്വത്തിലുള്ള ബ്രാഹ്മണന്മാരും അവരൊരു 6 ചോദ്യങ്ങൾ ചോദിക്കുന്നുണ്ട്. ഋഷിമാരുടെ അന്വേഷണങ്ങൾ അവർ അന്വേഷിക്കുകയാണ്. അവർക്ക് ബ്രഹ്മ ജിജ്ഞാസ. അവര് ഈ ചോദ്യങ്ങൾ ചോദിച്ചിട്ട് അതിനുള്ള ഉത്തരമായിട്ടാണ് കംപ്ലീറ്റ് ശ്രീമദ് ഭാഗവതവും നമുക്ക് വിവരിച്ചു തരുന്നത് അല്ലെ. അപ്പൊ നമ്മള് വിചാരിക്കും ഇത് എന്തൊക്കെയാണ് ഈ ചോദ്യങ്ങൾ, ഇതെല്ലാം നിങ്ങൾ പഠിച്ചു കഴിഞ്ഞതാണ് എല്ലാം അല്ലെ. അപ്പൊ ഈ ഋഷിമാര് ചോദിക്കുന്നുണ്ട് എല്ലാവർക്കും ശ്രേയസ്കരമായിട്ടുള്ളത് എന്താണ്, എല്ലാവരുടെയും ധർമ്മം എന്താണ്, എല്ലാവർക്കും ശ്രേയസ്കരമായിട്ടുള്ളത് എന്ത് എന്നുള്ള ഒരു ചോദ്യം ആദ്യം ചോദിക്കുന്നു. അത് കഴിഞ്ഞിട്ട് എല്ലാ വേദങ്ങളുടെയും സാരം എന്താണ് എന്നാണ് ചോദിക്കുന്നത്. ഓക്കെ, അത് കഴിഞ്ഞിട്ട് ഭഗവാൻ എന്തുകൊണ്ടാണ് വസുദേവരുടെയും ദേവകിയുടെയും പുത്രനായിട്ട് അവതരിച്ചത് എന്തുകൊണ്ടാണ് എന്നുള്ളൊരു ചോദ്യം ചോദിക്കും. ഓക്കെ, പിന്നത്തെ ചോദ്യം ഭഗവാന്റെ ദിവ്യ ലീലകൾ എന്തൊക്കെയാണ് എന്നുള്ളതാണ് ചോദിക്കുന്നത്. അത് കഴിഞ്ഞ് അടുത്ത ചോദ്യം ഭഗവാന്റെ അവതാര ലീലകൾ എന്തൊക്കെയായിരുന്നു എന്നുള്ളത് ചോദിക്കും. അത് കഴിഞ്ഞിട്ട് ഭഗവാൻ സ്വധാമത്തിലേക്ക് ഭഗവാന്റെ ഈ അവതാര ലീലകളും ഈ ദിവ്യ ലീലകളും എല്ലാം അവസാനിപ്പിച്ച് സ്വധാമത്തിലേക്ക് തിരിച്ചു പോയി കഴിയുമ്പോൾ ഈ ധർമ്മ തത്വങ്ങളൊക്കെ ഈ ധർമ്മനീതികളൊക്കെ എവിടെയാണ് ശരണം പ്രാപിക്കുന്നത് എന്നുള്ളതിനെ കുറിച്ചും ഈ ഒരു 6 ചോദ്യങ്ങൾ ചോദിക്കും. അപ്പൊ ഈ 6 ചോദ്യങ്ങൾക്കുള്ള ഉത്തരമായിട്ടാണ് നമുക്ക് കംപ്ലീറ്റ് ശ്രീമദ് ഭാഗവതത്തിലൂടെ നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് വിശദീകരിച്ച് തരുന്നത്. മനസ്സിലാവുന്നുണ്ടോ? അപ്പൊ ഈ ഇത് നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്ക് ഓരോ ശ്ലോകങ്ങൾ നമ്മൾ വായിക്കുമ്പോഴും ഇത് ആ ക്വസ്റ്റ്യന്റെ ഉത്തരമാണല്ലോ, അതിന്റെ ഉത്തരമാണല്ലോ എന്നുള്ള ഒരു ഫീലിംഗ് നമുക്കുണ്ട്. അപ്പൊ അത് കഴിഞ്ഞിട്ട് 1-ാമത്തെ അധ്യായം കഴിഞ്ഞു കഴിയുമ്പോൾ 2-ാമത്തെ അധ്യായത്തില് ഭാഗവതത്തിന്റെ ദിവ്യത്വം എന്താണ്, എങ്ങനെയാണ് ആ ഭാഗവതത്തെ നമ്മൾ സേവിക്കേണ്ടത്, ഗ്രന്ഥഭാഗവതവും ഭക്തഭാഗവതവും തമ്മിലുള്ള അതിനെ എങ്ങനെ നമ്മൾ അവരെ അപ്രോച്ച് ചെയ്യണം, അതിനെ കുറിച്ചിട്ടുള്ള വിശദ വിവരങ്ങൾ 2-ാമത്തെ അധ്യായത്തിൽ നമ്മൾ കേട്ടിട്ടുണ്ട്. ഇത് എങ്ങനെ ഭാഗവതം ശ്രവിക്കണം എന്നുള്ളത്. അത് കഴിഞ്ഞിട്ട് 3-ാമത്തെ അധ്യായത്തില് ഭഗവാന്റെ ലീലാവതാരങ്ങളെ കുറിച്ച് കുറിച്ചെല്ലാം വിശദീകരിച്ചു തന്നു. എന്നിട്ട് അതിൽ പറയുന്നുണ്ട് നമുക്ക് എല്ലാ അവതാരങ്ങളുടെയും സ്രോതസ് ശ്രീകൃഷ്ണ ഭഗവാനാണ്. എന്നൊക്കെ പറഞ്ഞിട്ട് നമുക്ക് പറഞ്ഞു തരും അല്ലെ. അത് കഴിഞ്ഞിട്ട് ശ്രീ നാരദ മുനിയുടെ ആഗമനമാണ് അടുത്ത അധ്യായത്തിൽ നമ്മൾ കാണുന്നത്. അത് കഴിഞ്ഞ് ഈ അധ്യായത്തില് ശ്രീ നാരദ മുനി വ്യാസദേവന് ശ്രീമദ് ഭാഗവതം രചിക്കാനുള്ള കാരണങ്ങളെ കുറിച്ച് പറഞ്ഞു. അതായത് ശ്രീ വ്യാസദേവൻ എങ്ങനെയാണ് ഈ ശ്രീമദ് ഭാഗവതം രചിക്കാനിടയായത് എന്നുള്ളതിന്റെ വിശദ വിവരങ്ങളാണ് നമ്മളിപ്പോ പഠിച്ചുകൊണ്ടിരിക്കുന്നത് അല്ലെ. അതായത് വ്യാസദേവൻ എല്ലാ 18 പുരാണങ്ങളും 4 വേദങ്ങളും ഉപനിഷത്തുക്കളും എല്ലാം ഇതാക്കി കഴിഞ്ഞിട്ടും അദ്ദേഹത്തിന് മാനസികമായിട്ട് ഒരു സന്തോഷം ഉണ്ടായി. അപ്പോൾ അദ്ദേഹം വളരെ മനസ്സിൽ വിഷമിച്ചിരിക്കുന്ന സമയത്താണ് അദ്ദേഹത്തിന്റെ ഗുരുദേവനായിട്ടുള്ള ശ്രീ നാരദ മുനിയുടെ. അപ്പൊ എന്തുകൊണ്ടാണ് ഈ വിഷമം എന്നുള്ളതിനെ കുറിച്ച് ആരാഞ്ഞപ്പോഴാണ് ശ്രീ നാരദ മുനി അദ്ദേഹത്തിനോട് പറയുന്നത്, നീ എല്ലാ ധർമാർത്ഥ കാമ മോക്ഷങ്ങളെ കുറിച്ചും പുരുഷാർത്ഥങ്ങളായിട്ടുള്ള ഇതിനെല്ലാത്തിനെ കുറിച്ചും ഒക്കെ നീ വിശദീകരിച്ചു കഴിഞ്ഞു. പക്ഷേ നീ ഒരിക്കലും ഭഗവാനെ കീർത്തിച്ചിട്ടില്ല, ഭഗവാനെ ഗ്ലോറിഫൈ ചെയ്തിട്ടില്ല. അതാണ് നിന്റെ ഈ ദുഃഖത്തിന് കാരണം എന്ന്
ശ്രീ നാരദമുനിയിൽ നിന്ന് അദ്ദേഹം മനസ്സിലാക്കുക. അപ്പൊ ആ നാരദമുനി നിർദ്ദേശിക്കുന്ന കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഈ അധ്യായത്തിലൂടെ. അപ്പൊ ഈ ഒരു ശ്ലോകം കൂടി കഴിയുമ്പോൾ നമുക്ക് ഈ നാരദമുനിയുടെ ഈ നിർദ്ദേശങ്ങളൊക്കെ നമുക്ക് തീരും. ഈ അധ്യായം നമ്മൾ അവസാനിക്കും. പിന്നെ അത് കഴിഞ്ഞിട്ട് ശ്രീ നാരദമുനിയും ശ്രീ വ്യാസദേവരും തമ്മിലുള്ള സംവാദത്തെ കുറിച്ചാണ് നമ്മൾ അടുത്ത അധ്യായത്തിലേക്ക് നമ്മൾ കടക്കുന്നത്. ഓക്കെ, അപ്പൊ ഇന്നത്തെ ഭാഗത്തില് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇമം സ്വനിഗമം ബ്രഹ്മൻ അവേദ്യാമതം ജ്ഞാനം ഐശ്വര്യം സ്വസ്മിൻ ഭാവം ച കേശവ. അതായത് ശ്രീ നാരദമുനി വ്യാസദേവനോട് പറയുകയാണ്, അല്ലയോ ബ്രാഹ്മണ, ഇപ്രകാരം പരമപുരുഷനായ ശ്രീകൃഷ്ണനാൽ വേദങ്ങളിലെ അതീന്ദ്രിയ വിഭാഗങ്ങളിൽ നിരന്തര ആവർത്തനം ചെയ്യുന്ന അതീന്ദ്രിയ ഭഗവത് ജ്ഞാനത്താൽ പ്രഥമമായി ഞാൻ സമ്മാനിതനായി. അനന്തരം ആത്മീയ ഐശ്വര്യങ്ങളാലും പിന്നീട് ഭഗവാന്റെ അന്തരംഗ പ്രേമയുധ സേവനത്താലും ഞാൻ സമ്മാനിതനായി എന്ന് പറയാണ്. അപ്പോ ആ ഭഗവാൻ ഈ നോളേജ് ഫസ്റ്റ് ആർക്കാ കൊടുത്തിരിക്കുന്നത്? ബ്രഹ്മദേവന് കൊടുത്തു, അല്ലെ? ബ്രഹ്മദേവനിൽ നിന്ന് അദ്ദേഹത്തിന്റെ പുത്രനായ ആർക്ക് കിട്ടി? ശ്രീ നാരദമുനിക്ക് കിട്ടി. അപ്പൊ ഈ ജ്ഞാനത്തിന്റെ എല്ലാം സ്രോതസ് എവിടെ നിന്നാണ്? അതിന്റെ ഒറിജിൻ എവിടെ നിന്നാണ്? ഭഗവാനിൽ നിന്ന് തന്നെയാണ്. അപ്പൊ ആ നാരദമുനിക്ക് ഇതെല്ലാം ഭഗവാനിൽ നിന്ന് തന്നെ എനിക്ക് ഇതെല്ലാം കിട്ടി എന്ന് പറഞ്ഞിട്ട് വ്യാസദേവനോട് പറയുകയാണ്. കാരണം ഭഗവാനിൽ നിന്ന് കിട്ടിയിട്ടുള്ള നോളേജ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് എന്താ പറയാ, ശാശ്വതമാണ്. അത് ഒരിക്കലും തെറ്റ് പറ്റില്ല. നമുക്കൊക്കെ കുറെ ന്യൂനതകളൊക്കെ ഉണ്ട്, അല്ലെ? പക്ഷെ ഭഗവാന് ഈ ന്യൂനതകളൊന്നുമേ ഇല്ല. അപ്പൊ ഒരിക്കലും അത് തെറ്റുപറ്റില്ല. അപ്പൊ അതുകൊണ്ട് അത് ആധികാരികമായ സ്രോതസ്സിൽ നിന്ന് തന്നെ ശ്രീ നാരദമുനിക്ക് ഈ നോളേജ് കിട്ടിയിട്ടുള്ളത്. അതായത് ഇതിന്റെ ഈ ജ്ഞാനത്തിന്റെ ആധികാരികത ഇവിടെ ഉറപ്പിക്കുകയാണ്. ശ്രീ നാരദമുനിക്ക് ഭഗവാനിൽ നിന്ന് തന്നെ ലഭിച്ചിട്ടുള്ള നോളേജാണ്. അപ്പൊ അതുകൊണ്ട് ശ്രീ നാരദമുനി അദ്ദേഹം പറയുന്നത്, എനിക്ക് ഈ നോളേജുകളിൽ നിന്നെല്ലാം ഈ ഭഗവാന്റെ ഈ ജ്ഞാനത്താൽ ഞാൻ സമ്മാനിതനായി. അതുകൊണ്ട് എന്ത് ചെയ്തു? എല്ലാ ആത്മീയ ഐശ്വര്യങ്ങളും ആർക്ക് വന്നു ചേർന്നു? ശ്രീ നാരദമുനിക്ക് വന്നു ചേർന്നു. എന്നിട്ടോ ഭഗവാന്റെ ആ പ്രേമയുധ സേവനത്തിൽ അദ്ദേഹം ഏർപ്പെട്ടു എന്നാണ് നമുക്കിവിടെ പറയുന്നത്. മനസ്സിലാവുന്നത്? അപ്പൊ ഇനി ഈ ഭാവാർത്ഥത്തിലെ ശ്രീല പ്രഭുപാദ് അതിനെ കുറെ കൂടി നമുക്ക് വിശദീകരിച്ച് മനസ്സിലാക്കി തന്നിട്ടുണ്ട്. അതെന്താണെന്ന് നമുക്ക് വായിച്ചു നോക്കാം. ഓക്കെ, അതീന്ദ്രിയ ശബ്ദ സംപ്രേഷണത്താൽ ഭഗവാനുമായുള്ള ഹൃദയ സംഗമം സമ്പൂർണാത്മാവായ ഭഗവാൻ ശ്രീകൃഷ്ണനിൽ നിന്നും അഭിന്നമാണ്. കണ്ടോ? അപ്പോ ഈ കലിയുഗത്തില് നമുക്ക് ഇപ്പൊ 4 യുഗങ്ങളിലും ഓരോ യുഗധർമ്മങ്ങളെ കുറിച്ചൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്, ഇല്ലേ? ഹൃദയധ്യായവും വിഷ്ണു എന്താണ് ത്രേധായാം യജതോ മകൈ ഭാവരേ പരിചര്യായാം കലോത്നത് ഹരികീർത്തന. ഇപ്പോ സത്യയുഗത്തില് ഇപ്പൊ 4 യുഗങ്ങളാണല്ലോ നമുക്ക്, അല്ലെ? സത്യയുഗം, ത്രേതായുഗം, ദ്വാപരയുഗം, കലിയുഗം എന്ന് പറയുന്നത്. അപ്പൊ സത്യയുഗത്തില് ധ്യാനത്താലാണ് നമുക്ക് മോക്ഷപ്രാപ്തി ലഭിച്ചിരുന്നത്. ഇനി ത്രേതായുഗത്തിലോ? ത്രേതായുഗത്തില് യജ്ഞകർമ്മങ്ങളെ കൊണ്ടൊക്കെയാണ് നമുക്ക് മോക്ഷപ്രാപ്തി ലഭിച്ചത്. ദ്വാപര യുഗത്തില് പൂജാതി കർമ്മങ്ങളെ കൊണ്ടൊക്കെ മോക്ഷപ്രാപ്തി ലഭിച്ചത്. ഈ 3 യുഗത്തിലും ഇങ്ങനെയൊക്കെ നേടിയിട്ടുള്ള ഈ മോക്ഷപ്രാപ്തി കലിയുഗത്തില് നാമജപത്താൽ, തിരുനാമജപത്താൽ നമുക്ക് ലഭിക്കും എന്നാണ് നമ്മുടെ വേദഗ്രന്ഥങ്ങളിലെല്ലാം നമുക്ക് പറഞ്ഞ് മനസ്സിലാക്കി തന്നിരിക്കുന്നത്. അപ്പൊ ഈ കലിയുഗത്തില് ഭഗവാന്റെ നാമവും ഭഗവാനും വ്യത്യസ്തമല്ല. അതായത് ഇവിടെ പറയുന്നുണ്ട്, ശബ്ദ സംപ്രേഷണത്താൽ ഭഗവാനുമായുള്ള ഹൃദയ സംഗമം സമ്പൂർണാത്മാവായ ഭഗവാൻ ശ്രീകൃഷ്ണനിൽ നിന്നും അഭിന്നമാണ്. അത് വ്യത്യസ്തമല്ല, ഭഗവാൻ തന്നെയാണ്. കൃഷ്ണ എന്ന് പറയുമ്പോഴത്തേക്കും ഭഗവാന്റെ സാന്നിധ്യമാണ് നമുക്ക് മനസ്സിലാക്കുന്നത്. അപ്പൊ ഭഗവാന്റെ നാമവും ഭഗവാനും തമ്മില് ഒരു വ്യത്യാസവുമില്ല. അപ്പൊ കലിയുഗത്തില്, അതുകൊണ്ടല്ലേ ശ്രീമദ് ഭാഗവതത്തില് പറയുന്നത്, കലിയുഗം കലേ ദോഷേ നിധേ രാജൻ അസ്തി ഏകോ മഹാൻ ഗുണ. കലിയുഗം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ദോഷങ്ങൾ നിറഞ്ഞിട്ടുള്ളതാണ്. പക്ഷെ ഒരേ ഒരു നല്ല ഗുണമുണ്ട്. എന്താണ്? കീർത്തന ഏവ കൃഷ്ണസ്യ മുക്ത സംഘം പരംപ്രചേ. അപ്പൊ ഭഗവാന്റെ തിരുനാമം ജപിക്കുക വഴി നമുക്ക് ഭഗവാന്റെ അടുത്തേക്ക് പോകാനായിട്ട് നമുക്ക് സാധിക്കും. ആ ഒരു നല്ല ഗുണം ഉണ്ട് കലിയുഗത്തില്.
ഓക്കെ. അപ്പൊ ഈ കലിയുഗത്തില് നമ്മുടെ ഒരേ ഒരു മോക്ഷമാർഗം എന്ന് പറയുന്നത് തിരുനാമ ജപമാണ്. അതാണ് ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ. ഇനി ഭഗവാനോട് അടുക്കാനുള്ള ഒരിക്കലും പിഴയ്ക്കാത്ത മാർഗം ഇതാണ്. ഭഗവാനോട് നമുക്ക് ഭഗവാനോട് അടുക്കണമെങ്കിൽ ഒരേ ഒരു മാർഗമേ ഉള്ളൂ. എന്താണ്? ഈ നാമജപം. ഭൗതിക സങ്കല്പങ്ങളിൽ നിന്ന് ജന്യമായ 10 അപരാധങ്ങൾ ഒഴിവാക്കിക്കൊണ്ട് ഭഗവാനോടുള്ള ശുദ്ധ ഭഗവത് സമ്പർക്കത്താൽ ഭക്തൻ ഭൗതിക തലത്തിന് ഉപരി ഉദ്ധാനം ചെയ്യുന്നു. അപ്പൊ നമ്മൾ തിരുനാമം ജപിക്കുമ്പോൾ അതിന്റെ പൂർണ്ണ ഫലപ്രാപ്തി നമുക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മൾ അപരാധങ്ങൾ കൂടാതെ നാമം ജപിക്കണം, അല്ലെ? 10 അപരാധങ്ങൾ നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. ഈ 10 അപരാധങ്ങൾ ഇല്ലാതെ നമ്മൾ തിരുനാമം ജപിക്കുകയാണെങ്കിൽ അതിന്റെ പൂർണ്ണ ഫലപ്രാപ്തി നമുക്ക് ലഭിക്കും എന്നാണ് പറയുന്നത്. ഇവിടെ അതീന്ദ്രിയ വിധാനത്തിലുള്ള ഭഗവാന്റെ അസ്തിത്വം ഉൾപ്പെടെയുള്ള വേദ സാഹിത്യങ്ങളുടെ ആന്തരിക അർത്ഥത്തെ ഗ്രഹിക്കുവാനുള്ള ശേഷി ഭക്തന് കൈവരുന്നു. അപ്പൊ ശരിക്കും ഇപ്പൊ വേദം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഈ വേദം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ അതിന്റെ അർത്ഥം എന്താണ്? ശാശ്വതം. വേദം പറഞ്ഞു കഴിഞ്ഞാൽ ഒരിക്കലും അത് നശിക്കില്ല, അത് ശാശ്വതമായിട്ടുള്ളതാണ് വേദം. അപ്പൊ ഈ പുരാണങ്ങൾ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഈ വേദങ്ങളുടെ ഒരു വിശദീകരണമാണ് പുരാണങ്ങൾ എന്നൊക്കെ പറയുന്നത്. ഇപ്പൊ വേദങ്ങൾക്ക് ഒരിക്കലും മാറ്റമില്ല, വേദങ്ങൾ ഒരിക്കലും മാറില്ല. പക്ഷെ പുരാണങ്ങള് കാലത്തിനനുസരിച്ചിട്ട് മാറിക്കൊണ്ടിരിക്കുന്നു. അപ്പൊ നമ്മള് ആ വേദങ്ങളുടെ വേദജ്ഞാനം നമുക്ക് മനസ്സിലാവുന്നത് എപ്പോഴാണ്? ഈ തിരുനാമ ജപം നമ്മൾ ശരിയായ രീതിയിൽ ആ തിരുനാമം നമ്മൾ ജപിക്കുകയും അതിനനുസരിച്ചിട്ട് നമ്മുടെ ജീവിത ക്രമം ചിട്ടപ്പെടുത്തുകയും കൂടി ചെയ്തു കഴിഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഈ വേദങ്ങളുടെ പൊരുളെല്ലാം നമുക്ക്, അപ്പൊ ഭഗവാൻ തന്നെ ഭഗവത്ഗീതയിൽ പറയുന്നുണ്ട് അല്ലെ, നമ്മൾ ഇതെല്ലാം ശരിയായ രീതിയിൽ ആചരിക്കുകയാണെങ്കിൽ ഇതെല്ലാം നമുക്ക് സ്വയമേവ സ്ഫുരത്യത, നമുക്ക് സ്വയം തന്നെ അതെല്ലാം നമുക്ക് വെളിപ്പെട്ട് വരും എന്നാ പറയുന്നത്. അപ്പൊ ഇവിടെ അതായത് ഭഗവാനിലും ആത്മീയ ആചാര്യനിലും ഒരേപോലെ അചഞ്ചലമായ വിശ്വാസമുള്ള ഒരാൾക്ക് തങ്ങളുടെ വ്യക്തിത്വം ഭഗവാൻ മെല്ലെ മെല്ലെ വെളിപ്പെടുത്തുന്നു. കണ്ടോ പറയുന്നത്? അപ്പൊ ഇവിടെ നമുക്ക് ഈ കലിയുഗത്തില്, അതായത് ഭഗവാൻ ഈ കലിയുഗത്തിലുള്ള കഷ്ടപ്പെടുന്ന ജനങ്ങളെ ഉദ്ധരിക്കാനായിട്ട് ഭഗവാന്റെ പ്രതിനിധികളായിട്ടുള്ള ഗുരുക്കന്മാരെ ഇങ്ങോട്ട് അയക്കുന്നുണ്ട്. അപ്പൊ ഈ ഗുരുക്കന്മാരെ നമ്മൾ ആശ്രയിക്കുകയാണെങ്കിൽ അപ്പൊ അതായത് എങ്ങനെയുള്ള ഗുരുക്കന്മാരായിരിക്കണം? ശരിയായ പരമ്പരയിൽ നിന്ന് വന്നിട്ടുള്ള ഗുരുക്കന്മാര്. കാരണം ഇന്നത്തെ കാലത്ത് ഒരുപാട് ഗുരുക്കന്മാര് പല ഭാഗത്തും ഇരുന്ന് മുളച്ചു പൊന്തുന്നുണ്ട് അല്ലെ? അപ്പൊ നമ്മളൊരു ഗുരുവിനെ തെരഞ്ഞെടുക്കുമ്പോൾ നമ്മൾ ശരിക്കും മനസ്സിലാക്കണം, ഒരു പരമ്പരയിൽ നിന്ന് വന്നിട്ടുള്ള. അപ്പൊ ഭഗവാൻ അംഗീകരിച്ചിട്ടുള്ള ഈ ഒരു 4 സമ്പ്രദായങ്ങൾ പറഞ്ഞു. ഈ 4 സമ്പ്രദായത്തിലുള്ള ഗുരുക്കന്മാരിൽ ഒരാളെ നമ്മൾ സ്വീകരിച്ചുകൊണ്ട് ആ ഗുരുവിന്റെ ഡ്യൂട്ടി എന്താ? തന്നെ ആശ്രയിക്കുന്നവരെ ഭഗവാനിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് ആ ഗുരുവിന്റെ ഡ്യൂട്ടി. അപ്പൊ ആ ആചാര്യനിലും ഭഗവാനിലും പൂർണ്ണ വിശ്വാസമുള്ള ഒരാൾക്ക് നമ്മുടെ വ്യക്തിത്വം, ഞാൻ ആരാണ്, എന്താണ് എൻ്റെ ഡ്യൂട്ടി എന്നുള്ളതിന്റെ ആ ഒരു അറിവുണ്ടല്ലോ, അത് തനിയെ നമുക്ക് വെളിപ്പെടും എന്നാ പറയുന്നത് അല്ലെ? അപ്പൊ നമ്മുടെ പുരാണങ്ങളിൽ പറഞ്ഞിട്ടുണ്ട്, സമ്പ്രദായ വിഹീനായെ മന്ത്രാസ്തേ നിഷ്ഫലാമത എന്നുള്ളത്. സമ്പ്രദായത്തിലുള്ള ഒരു ഗുരുവിൽ നിന്ന് ലഭിക്കാത്ത മന്ത്രം കൊണ്ട് നമുക്ക് ഗുണമില്ല. അപ്പൊ ആ സമ്പ്രദായത്തിലുള്ള ഒരു ഗുരുവിൽ നിന്ന് ലഭിച്ചിട്ടുള്ള ആ മന്ത്രോച്ചാരണത്തിലൂടെ നമുക്ക് നമ്മുടെ വ്യക്തിത്വത്തെ കുറിച്ച് നമുക്ക് മനസ്സിലാക്കാനായിട്ട് നമുക്ക് സാധിക്കും. അത് ഭഗവാൻ തന്നെ നമുക്ക് വെളിപ്പെടുത്തി തരും എന്നാ പറയുന്നത് അല്ലെ? അനന്തരം അങ്ങനെ നമ്മൾ ഒരു ഗുരുവിലും ഭഗവാനിലും പൂർണ്ണ വിശ്വാസത്തോടെ നമ്മൾ ഭക്തിയുത സേവനത്തിൽ ഏർപ്പെടുകയാണെങ്കിൽ എന്ത് സംഭവിക്കും? ഭക്തൻ 8 തരം യോഗ വിഭൂതികളാൽ സമ്മാനിതനാകുന്നു അല്ലെ? അപ്പോ അതായത് എല്ലാ ആൾക്കാരും എന്താണ് ഇപ്പൊ ഭഗവാനിലേക്ക് എത്താനായിട്ട്, അതായത് സത്യാന്വേഷികൾ ചെയ്യുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്? നമുക്ക് ഭഗവത്ഗീതയിൽ നമുക്ക് പഠിപ്പിച്ചൊക്കെ തന്നിട്ടുണ്ട് അല്ലെ? അഷ്ടാംഗ യോഗ വിധികളെ കുറിച്ചൊക്കെ പറഞ്ഞു തന്നിട്ടുണ്ട്. നിയമം, ആസനം, പ്രാണായാമം, പ്രത്യാഹാരം, ധാരണ, ധ്യാനം,
സമാധി, ഇങ്ങനെയുള്ള 8 വിധത്തിലുള്ള യോഗ അനുഷ്ഠാനങ്ങളെ കുറിച്ചൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഇപ്പൊ നമ്മൾ ഇവിടെ പറയുന്നത്, നമ്മൾ ആരാണോ ഭഗവാനിലും ആത്മീയ ആചാര്യനിലും പൂർണ്ണ വിശ്വാസത്തോടെ ഒരു ആത്മീയ ആചാര്യന്റെ ഉപദേശങ്ങൾ അനുസരിച്ചിട്ട്, ഇൻസ്ട്രക്ഷൻസ് അനുസരിച്ചുകൊണ്ട് ഭക്തിയുടെ സേവനത്തിൽ ആരാണോ ഏർപ്പെടുന്നവർ, അവർക്ക് ഈ 8 യോഗ ഇത് വളരെ പെട്ടെന്ന് അവർക്ക് പ്രാപിക്കാനായിട്ട് സാധിക്കും. നമ്മൾ ഇത്രയും കഠിനമായിട്ടുള്ള യോഗ വിധികളിലൂടെ ഒന്നും പോണ്ട യാതൊരു ആവശ്യവും ഇല്ല എന്ന് പറയണം. എങ്ങനെയുള്ള ആൾക്ക്? ഭഗവാനിലും ആചാര്യനിലും പൂർണ്ണ വിശ്വാസമുള്ള ഒരാൾക്ക്, അല്ലെ? അപ്പൊ നമ്മള് വളരെ ഈ കലിയുഗത്തില് വളരെ ഈസിയാണ്. നമ്മൾക്ക് ഒരുപാട് കഷ്ടപ്പാടോ ഒരുപാട് ബുദ്ധിമുട്ടോ ഇതൊന്നും നമുക്ക് ഇതാക്കേണ്ട ആവശ്യമില്ല. നമ്മളെല്ലാവരും അമ്പലത്തിലൊക്കെ പോകും, അല്ലെ? അമ്പലത്തിലൊക്കെ പോയി കഴിഞ്ഞാൽ നമ്മൾ എന്താ ചോദിക്കുക? നമ്മൾ ഭഗവാന്റെ അടുക്കൽ പോയിട്ട് കുറേ കാര്യങ്ങളൊക്കെ നമ്മൾ അങ്ങോട്ട് ചോദിക്കാൻ തുടങ്ങും. അത് വേണം, ഇത് വേണം, എല്ലാം നമ്മൾ ചോദിക്കും. ആക്ച്വലി നമ്മൾ ഒരു അമ്പലത്തിൽ നമ്മൾ പോകുന്ന സമയത്ത് നമ്മൾ 4 കാര്യങ്ങൾ നമ്മൾ പാലിക്കാനുണ്ട്. അതായത് ഫസ്റ്റ് തന്നെ നമ്മൾ ഒരു അമ്പലത്തിലോട്ട് പ്രവേശിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അവിടെ പ്രണാമം ചെയ്യണം. സ്ത്രീകള് പഞ്ചാംഗ നമസ്കാരവും പുരുഷന്മാര് അഷ്ടാംഗ നമസ്കാരവും നമ്മൾ അവിടെ. കാരണം നമ്മളിപ്പോ അതിനകത്ത് പോകുമ്പോ തന്നെ നമ്മൾ പല ആൾക്കാരെയും നമ്മൾ വഴിയിൽ കാണും, അവരോട് കുശലം ചോദിച്ചും അവരോട് പറഞ്ഞും, അപ്പൊ ആ ഒരു കോൺഷ്യസിലായിരിക്കും നമ്മൾ അങ്ങോട്ട് പോകുന്നത്. അപ്പൊ നമ്മൾ ഭഗവാനെ കണ്ടു കഴിഞ്ഞു കഴിഞ്ഞാൽ ഉടനെ തന്നെ അമ്പലത്തിലോട്ട് പ്രവേശിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ ഉടനെ നമ്മൾ പഞ്ചാംഗ നമസ്കാരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? നമ്മുടെ 5 അംഗങ്ങൾ കൊണ്ടാണ് നമ്മൾ നമസ്കരിക്കുന്നത്, അല്ലെ? അപ്പൊ 5 അംഗങ്ങൾ എന്ന് പറയുമ്പോൾ എന്തൊക്കെയാ വരിക? നമ്മുടെ കൈകളും കാലുകളും ശിരസും, ഇത് 3 ആയിക്കഴിഞ്ഞു. ഇനി അടുത്ത 2 അംഗങ്ങൾ ഏതൊക്കെയാണ്? നമ്മുടെ വാക്കും നമ്മുടെ മനസ്സും. അപ്പൊ ഈ മനസ്സ് നമ്മൾ അവിടെ അർപ്പിച്ചുകൊണ്ട് വേണം. നമ്മുടെ വാക്ക് എന്തായിരിക്കണം? ഭഗവാനെ തിരുനാമ ജപത്തോട് കൂടിയിട്ട് വേണം നമ്മൾ ഭഗവാനെ അവിടെ നമസ്കരിക്കാൻ. അപ്പൊ അങ്ങനെ ഭഗവാനെ നമസ്കരിച്ച് കഴിയുമ്പോൾ പിന്നീട് നമ്മൾ അടുത്തത് ചെയ്യേണ്ടത് എന്താണ്? ഭഗവാനെ ഗ്ലോറിഫൈ ചെയ്യണം, ഭഗവാനെ കീർത്തിക്കണം. ഇപ്പൊ നമ്മള് ഒരാളെ നമ്മൾ അപ്രോച്ച് ചെയ്യാൻ, നമ്മൾ ഒരാളോട് നമ്മൾ എന്തെങ്കിലും ഒരു സഹായം ചോദിക്കാനൊക്കെ പോവാണെന്ന് വിചാരിച്ചു. അപ്പൊ പോയി പോകുമ്പോൾ നമ്മൾ ആ ആളെ അയ്യോ, നിങ്ങൾ ചെയ്തിട്ടുള്ള അയാളുടെ നല്ല പ്രവൃത്തികളെ കുറിച്ചും അയാളുടെ നല്ല ക്വാളിറ്റീസിനെ കുറിച്ചും ഒക്കെ നമ്മൾ ആദ്യം അയാളോട് പറയുകയാണെങ്കിൽ അയാൾക്ക് ഫസ്റ്റ് നമ്മളോട് ഒരു ഇംപ്രഷൻ വരും, അല്ലെ? എന്നിട്ടാണ് നമ്മൾ നമ്മുടെ കാര്യങ്ങൾ അവതരിപ്പിക്കുന്നതെങ്കിൽ അയാള് അത് സാധിച്ചു തരാനായിട്ട് അദ്ദേഹം ശ്രമിക്കും. അല്ലാതെ പെട്ടെന്ന് പോയ ഉടനെ തന്നെ നമ്മൾ നമ്മുടെ ആവശ്യങ്ങളൊക്കെ അവിടെ കൊണ്ട് ഉണർത്തിക്കുന്നത് ചിലപ്പോൾ അവർക്ക് അത് ഇഷ്ടപ്പെട്ടു എന്ന് വരും. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? ഭഗവാൻ ഏറ്റവും പരമ ദിവ്യോത്തമ പുരുഷനായിട്ടുള്ള ഭഗവാന്റെ അടുക്കലല്ലേ പോകുന്നത്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? ഭഗവാനെ ആദ്യം ഗ്ലോറിഫൈ ചെയ്യണം. ഗ്ലോറിഫൈ ചെയ്തിട്ട് നമ്മൾ അടുത്ത സ്റ്റെപ്പ് നമ്മൾ എന്താ ചെയ്യേണ്ടത്? നമ്മുടെ തെറ്റുകുറ്റങ്ങളെല്ലാം നമ്മൾ അവിടെ പറയണം. ഞാൻ വളരെ പതിതനാണ്, ഞാൻ വളരെ എല്ലാത്തിലും വെച്ച് താഴെയുള്ള ആളാണ്, എന്നെ കൊണ്ട് ഒന്നിനും പറ്റാത്ത ഒരാളാണ്. അങ്ങനെ നമ്മൾ സ്വയം നമ്മുടെ തെറ്റുകുറ്റങ്ങളെല്ലാം നമ്മൾ അവിടെ ഉണർത്തിക്കണം. അത് കഴിഞ്ഞ ശേഷമായിരിക്കണം നമ്മുടെ ആവശ്യങ്ങൾ അവിടെ. നമ്മുടെ ആവശ്യം എന്തായിരിക്കണം? ആക്ച്വലി വേറെ ഭൗതികമായിട്ടുള്ള, അതായത് പെട്ടെന്ന് നമുക്ക് വളരെ താൽക്കാലികമായിട്ടുള്ള ആവശ്യങ്ങളുമായിട്ട് നമ്മൾ ഭഗവാനെ സമീപിക്കാതിരിക്കുക. ശാശ്വതമായിട്ടുള്ള ഒരു ആവശ്യമായി അതെന്തായിരിക്കണം? നമുക്ക് ആ ഭഗവാനിലുള്ള അചഞ്ചലമായിട്ടുള്ള ഭക്തി. ആ ഭക്തിക്കാണ് നമ്മൾ ഭഗവാനോട് അന്വേഷിക്കേണ്ടത്. ആ ഭക്തി നമുക്ക് കിട്ടിക്കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മള്, ഭഗവാൻ തന്നെ പറഞ്ഞിട്ടില്ലേ, എന്താ പറഞ്ഞിട്ടുള്ളത്? അനന്യാസ് ചിന്തയന്തോമാം ഏജനാ പരിവാസതേ തേഷാം നിത്യാഭിയുക്താനാം യോഗക്ഷേമം വഹാമ്യ. മറ്റ് ചിന്തകളൊന്നും കൂടാതെ ആരാണോ എന്നെ നിരന്തരം ഉപാസിക്കുന്നത് അവരുടെ യോഗക്ഷേമം ഞാൻ നേരിട്ട് നോക്കുമെന്നാ പറയുന്നത്, അല്ലെ? അപ്പൊ മറ്റ് ചിന്തകളൊന്നും കൂടാതെ എന്നുള്ളത് നമ്മൾ വളരെ ശ്രദ്ധിക്കണം. നമ്മള് ഭൗതികവും ആധ്യാത്മികവും കൂടിയിട്ട് കൂട്ടിക്കലർത്തി ഒരുമിച്ച് കൊണ്ടുപോകാൻ ശ്രമിക്കുകയാണ്. അപ്പോ നമുക്ക് ആ ഭഗവാനിലുള്ള ആ അചഞ്ചല ഭക്തിക്കായിട്ട് വേണം നമ്മൾ ഭഗവാനോട് പ്രാർത്ഥിക്കേണ്ടത്. അപ്പൊ അങ്ങനെ പ്രാർത്ഥിച്ചു കഴിയുമ്പോൾ തീർച്ചയായിട്ടും ഭഗവാൻ നമുക്ക് ആ അനുഗ്രഹം നമുക്ക് തരും. ഓക്കെ, അപ്പൊ അങ്ങനെ നമുക്ക് കഴിഞ്ഞു കഴിയുമ്പോൾ പിന്നീട് നമുക്ക് ഒരു ആഗ്രഹങ്ങളോ ഒരു ഇതോ ഒന്നും നമുക്ക് ഉണ്ടാവില്ല. അപ്പൊ നമ്മൾ എന്താവും? നമ്മളെ ഏതൊരു സാഹചര്യത്തിലൂടെ പോവുകയാണെങ്കിലും എല്ലാം നമുക്ക് മനസ്സിലാവും. നമ്മൾക്ക് ദുഃഖങ്ങളും സുഖങ്ങളും എല്ലാം വരുന്നത് എന്തുകൊണ്ടാണ്? നമ്മുടെ പൂർവജന്മ കർമ്മങ്ങൾക്കനുസരിച്ചിട്ടാണ്.
അല്ലെ? അപ്പൊ അത് നമ്മൾ മനസ്സിലാക്കി കഴിയുമ്പോൾ ഏതിനെയും നമുക്ക് സധൈര്യം നേരിടാനുള്ള ഒരു ശക്തി വിശേഷം നമുക്ക് നമുക്ക് നേടിയെടുക്കാനായിട്ട് നമുക്ക് സാധിക്കും. ഓക്കെ, അപ്പൊ ഇനി അത് കഴിഞ്ഞിട്ട് ഇനി അടുത്തതിൽ എന്താ പറയുന്നത്? സർവോപരി ഭഗവാന്റെ പരമരഹസ്യ പാർഷദരിൽ ഒരാളായി ഭക്തനെ സ്വീകരിക്കുകയും ആത്മീയ ആചാര്യന്റെ കർത്തൃത്വത്തിൽ ഭഗവാന് വേണ്ടി പ്രത്യേക സേവനങ്ങൾ ചുമതലപ്പെടുത്തുകയും ചെയ്യുന്നു. കണ്ടോ? അപ്പോ ഭഗവാനെ നമുക്ക് ആ ഭക്തിയുത സേവനത്തിൽ നമ്മളെ ഏർപ്പെടും. അല്ലെ? ഇവിടെ ശ്രീല പ്രഭുപാദ് അദ്ദേഹത്തിന്റെ എല്ലാ കമന്ററീസിലും അദ്ദേഹം ഒരിക്കലും ഭക്തി എന്ന് പറഞ്ഞു നിർത്തുന്നില്ല. എന്താ പറയുന്നത്? ഭക്തിയുത സേവനം. വെറും ഭക്തി കൊണ്ട് നമുക്ക് അങ്ങോട്ട് മുന്നോട്ട് പോകാൻ പറ്റില്ല. നമ്മൾ ഏതിലൂടെ ആയിരിക്കണം? ഭക്തിയുത സേവനത്തിലൂടെയാണ് നമുക്ക് ഭക്തിയിൽ മുന്നേറാനായിട്ട് സാധിക്കുള്ളൂ. അല്ലെ? അപ്പോ നമ്മള് ഇങ്ങനെ ഈ രീതിയിൽ നമ്മൾ മുന്നോട്ട് പോവുകയാണെങ്കിൽ നമുക്ക് ഓട്ടോമാറ്റിക് ആയിട്ട് എന്ത് വന്നു ചേരും? ഈ ഭക്തിയുത സേവനം നമ്മളിൽ വന്നു ചേരും. അപ്പൊ ആ സേവനം വളരെ ആത്മാർത്ഥമായിട്ട് നമ്മൾ അനുഷ്ഠിക്കുകയാണെങ്കിൽ നമുക്ക് വേറെ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പൊ നമ്മുടെ ആ നാമത്തിലുള്ള രുചി നമുക്ക് വർദ്ധിക്കും, നാമരുചി നമുക്ക് കിട്ടും. മറ്റേതല്ലെങ്കിൽ നമ്മളിപ്പോ അത് ചെയ്യണമല്ലോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മൾ ചെയ്യാൻ തുടങ്ങും, അല്ലെ? അപ്പൊ നാമരുചി നമുക്കുണ്ടാവണം, ആ നാമത്തിൽ നല്ല രുചി നമുക്കുണ്ടാവണം. ആ രുചി കിട്ടുമ്പോഴാണ് നമുക്ക് ഒരിക്കലും അത് സ്റ്റോപ്പ് ചെയ്യാനേ നമുക്ക് തോന്നില്ല. ആ രുചി ഇല്ലാതെ വരുമ്പോഴാണ് നമുക്ക് പ്രിസ്ക്രൈബ്ഡ് മാല, ഇപ്പൊ 16 മാല ജപിക്കാൻ പറഞ്ഞിട്ടുണ്ട്. ഒരു വിധത്തില് 16 മാല മനസ്സിന് എന്തോ ഒരു ഭാരം കുറഞ്ഞ പോലെ ഒരു ഫീൽ ചെയ്യും. ഓക്കെ, 16 മാല ജപിച്ചു കഴിഞ്ഞു, എന്റെ ഇന്നത്തെ ഡ്യൂട്ടി കഴിഞ്ഞു എന്ന് വിചാരിക്കും. പക്ഷേ ശരിയായിട്ട് ആ നാമരുചി കിട്ടിയിട്ടുള്ള ഒരാൾക്ക് എങ്ങനെയാണ് നിരന്തരം നമുക്ക് നമ്മുടെ പ്രിസ്ക്രൈബ്ഡ് മാലകൾ മാത്രമല്ല, നമുക്ക് നിരന്തരം ജപിക്കാനായിട്ട് നമുക്ക് തോന്നും. കണ്ടിന്യൂ നമ്മൾ എപ്പോഴും ഉണ്ണുമ്പോഴും ഉറങ്ങുമ്പോഴും വർക്ക് ചെയ്യുമ്പോഴും എല്ലാം ഏത് സമയത്തും ആ ഭഗവാന്റെ തിരുനാമമായിരിക്കും നമ്മുടെ മൈൻഡിൽ ഉണ്ടാവുക. അപ്പൊ നമ്മള് ഈ ആ ഒരു വൈബ്രേഷൻ എപ്പോഴും നമ്മളിൽ ഇങ്ങനെ ഉണ്ടായിരിക്കും, അല്ലെ? ഇപ്പൊ നമ്മള് വെളിയിലേക്ക് പോകുന്ന സമയത്ത് നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോ നമ്മൾ ചോദിക്കും മൊബൈൽ എടുത്തിട്ടുണ്ടോ? അതായിരിക്കും നമ്മൾ ഫസ്റ്റ് നോക്കുക, അല്ലെ? മൊബൈൽ എടുത്തിട്ടുണ്ടോ? കാരണം നമ്മൾ എവിടെങ്കിലും എന്ത് പോയാലും നമുക്കൊരു കണക്ഷൻ വേണമല്ലോ എന്ന് വിചാരിച്ചുകൊണ്ട് നമ്മൾ മൊബൈൽ എടുത്തിട്ടുണ്ടോ എന്നൊക്കെ ചോദിക്കും. അതേപോലെ ഒരു മൊബൈൽ ഇതാണ് നമ്മുടെ ഈ ജപമാല എന്ന് പറയുന്നത്. ഇത് മൊബൈലിൽ നമുക്ക് 10 ഡിജിറ്റേ ഉള്ളൂ, പക്ഷെ ഈ ജപമാലയിൽ നമുക്ക് 16 ഡിജിറ്റ് ഉണ്ട്, അല്ലെ? അപ്പൊ ഏത് സമയത്തും എവിടെ വെച്ചിട്ടും പെട്ടെന്ന് തന്നെ നമുക്ക് ഭഗവാനായിട്ട് ഒരു കണക്ഷൻ നമുക്കുണ്ടാകും, അല്ലെ? ആ ഭഗവാനായിട്ട് നമുക്കൊരു കണക്ഷൻ നമുക്ക് പെട്ടെന്ന് കിട്ടുക എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ പരം സന്തോഷം വേറെ എന്താ ഉള്ളത്? ഓക്കെ, അപ്പൊ അതുകൊണ്ട് നിരന്തരമായിട്ടുള്ള നാമജപം, ആ നാമജപത്തിൽ നമുക്ക് രുചി ഉണ്ടാകും. രുചി കിട്ടിക്കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് നമ്മൾ ചെയ്യുന്ന പ്രവർത്തനങ്ങൾ മുഴുവനും എന്തായിരിക്കും? സേവനമായിട്ടും ഭക്തിയുത സേവനമായിട്ട് മാറും എന്നാ പറയുന്നത്. അപ്പോ പ്രത്യേക സേവനങ്ങൾ ചുമതലപ്പെടുത്തുകയും ചെയ്യുന്നു. തന്നിൽ നിവേശിച്ചിരിക്കുന്ന യോഗശക്തികളെ പൊതുപ്രദർശനം നടത്തുന്നതിനേക്കാൾ ഭഗവാനെ സേവിക്കുന്നതിലാണ് ഒരു ശുദ്ധ ഭക്തന് താല്പര്യം, അല്ലെ? ഇപ്പൊ നമുക്ക് ഇപ്പൊ അഷ്ടാംഗ യോഗ ഇതിനെ കുറിച്ചൊക്കെ നേരത്തെ പറഞ്ഞായിരുന്നു. അപ്പൊ നമ്മൾ ഓരോ ഇതൊക്കെ ചെയ്യുന്ന സമയത്ത് നമുക്ക് ചില സിദ്ധികളൊക്കെ വരുമായിരിക്കും. പക്ഷെ ആ സിദ്ധികള് നമ്മൾ പൊതുപ്രദർശനത്തിന് വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നതെങ്കിൽ അവിടെ ഭക്തിയുടെ ഒരു എന്താ പറയാ ഒന്നുമേ ഉണ്ടാവില്ല. പക്ഷെ അത് നമ്മള് ഭഗവാന്റെ സേവനത്തിലേക്കായിട്ട് നമ്മൾ ഉപയോഗിക്കണം എന്നാണ്. അപ്പൊ ഭഗവാന് ഒരു ശരിയായിട്ടുള്ള ഒരു ശുദ്ധ ഭക്തന്റെ ആഗ്രഹം എന്താണ്? എനിക്ക് ഭഗവാനെയും ഭഗവാന്റെ ഭക്തരെയും സേവിക്കുക എന്ന് മാത്രമായിരിക്കും ഒരു ശുദ്ധ ഭക്തന്റെ മനസ്സിലുള്ള ആഗ്രഹം മുഴുവനും. അത് മാത്രമായിരിക്കും. അല്ലാതെ അതിൽ നിന്ന് എന്തെങ്കിലും ഒരു ഭൗതിക നേട്ടമോ അല്ലെങ്കിൽ മറ്റുള്ള സ്വാർത്ഥ താല്പര്യങ്ങളോ അതിലൊരിക്കലും ഉണ്ടാവില്ല, അല്ലെ? അപ്പൊ ഈ ശ്രീ നാരദ മുനി നമുക്ക് ഇതൊക്കെ പറഞ്ഞു തരുന്നത് എന്തിലൂടെയാണ്? ശ്രീ നാരദൻ ഇവയൊക്കെ വിശദീകരിച്ചത് സ്വ അനുഭവത്തിന്റെ പശ്ചാത്തലത്തിലാണ്. അദ്ദേഹത്തിന്റെ ഇതിലുള്ള പശ്ചാത്തലത്തിലാണ് അദ്ദേഹം ഇതെല്ലാം നമുക്ക് വിശദീകരിച്ചു തന്നത്. അദ്ദേഹത്തിന്റെ പ്രീവിയസ് ജന്മത്തിൽ അതെങ്ങനെയായിരുന്നു ശ്രീ നാരദ ആഗമനം പറയും ആ ചാപ്റ്ററിലൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്, അല്ലെ? അദ്ദേഹം ജന്മത്തില് അദ്ദേഹത്തിന്റെ അമ്മ ഈ ചാതുർമാസ്യത്തില് ഒരുപാട് ഭക്തന്മാരെ സേവിക്കുകയും ആ ഭക്തന്മാരുടെ ഉച്ഛിഷ്ടം ഭക്ഷിക്കുകയും ഒക്കെ
ചെയ്യാൻ ഇടയായത് കൊണ്ടാണ് നാരദമുനിക്ക് ഈ ഒരു സൗഭാഗ്യം വന്നു ചേർന്നത്. അപ്പൊ തന്റെ അനുഭവത്തിൽ നിന്നാണ് ശ്രീ നാരദമുനി വ്യാസദേവന് ഇതെല്ലാം വിശദീകരിച്ച് കൊടുക്കുന്നത്. അല്ലെ? ഭഗവാന്റെ ശബ്ദ പ്രതിരൂപത്തെ ജപം ചെയ്യുന്ന പ്രക്രിയ പരിപക്വമാക്കാൻ പരിശ്രമിക്കുക വഴി ശ്രീ നാരദൻ പ്രാപ്തമാക്കിയ ഈ സർവ്വവിധ നേട്ടങ്ങളും ഒരു ഭക്തന് നേടാൻ സാധ്യമാണ്. അല്ലെ? അപ്പൊ ഇവിടെ ശ്രീ നാരദമുനി അദ്ദേഹത്തിന്റെ സ്വന്തം അനുഭവത്തിൽ നിന്ന് വ്യാസദേവനോട് ഇതെല്ലാം വിശദീകരിച്ച് പറയുകയാണ്. അപ്പൊ ശരിക്കും ഭഗവാനിലും ആത്മീയ ആചാര്യനിലും അചഞ്ചലമായ ഭക്തി ഉള്ള ഒരാൾക്ക് ഈ നാരദമുനി നേടിയെടുത്തിട്ടുള്ള ഈ നേട്ടങ്ങളെല്ലാം സാധ്യമാക്കാനായിട്ട് സാധിക്കും എന്നാണ് ശ്രീല പ്രഭുപാദ് നമുക്ക് പറഞ്ഞു തരുന്നത്. ഗുരുശിഷ്യ പരമ്പര ശ്രേണിയിൽ അവരോഹണം ചെയ്യപ്പെട്ട് ശ്രീ നാരദന്റെ പ്രതിനിധി മുഖേന ഈ അതീന്ദ്രിയ ശബ്ദം സ്വീകരിക്കുന്ന പക്ഷം അത് ജപിക്കുവാൻ വിലക്കപ്പെട്ടവരായി ആരും തന്നെയില്ല. അല്ലെ? ഇപ്പൊ ശ്രീ നാരദമുനിയുടെ ആ പരമ്പരയിൽ വന്നുപെട്ടിട്ടുള്ളവരാണ് നമ്മളെല്ലാവരും. അല്ലെ? അപ്പൊ നമ്മള് ഒരു ഗുരുവിനെ സ്വീകരിക്കുകയാണെങ്കിൽ അത് ശ്രീ നാരദമുനിയുടെ പ്രതിനിധി തന്നെയാണ്. കാരണം ആ ഭഗവാന്റെ നമ്മുടെ ശിഷ്യ പരമ്പര നമ്മൾ എടുത്തു നോക്കി കഴിയുമ്പോൾ ആ ഭഗവാനിൽ നിന്ന് വന്നിട്ടുള്ള ഈ ജ്ഞാനം ബ്രഹ്മാവ് നാരദമുനി വ്യാസദേവൻ മധ്വാചാര്യ അങ്ങനെ ആ വഴി വന്നിട്ട് ശ്രീല പ്രഭുപാദിൽ നിന്ന് വന്ന് നമ്മൾ ഇപ്പൊ ഉള്ള ആത്മീയ ആചാര്യങ്ങളിലൂടെ നമുക്ക് ലഭിക്കുകയാണ്. അപ്പൊ അങ്ങനെ നമുക്ക് ലഭിച്ചു കഴിഞ്ഞാൽ അവർക്ക് ഒരിക്കലും തിരുനാമം ജപിക്കാതിരിക്കാൻ സാധിക്കുകയേ ഇല്ല. അവര് നിരന്തര നാമജപത്തിൽ തന്നെ ആയിരിക്കും എന്നാണ് ഇവിടെ നമുക്ക് പറഞ്ഞ് മനസ്സിലാക്കി തരുന്നത്. അപ്പൊ ആ തിരുനാമ ജപത്തിനെ നമ്മൾ മുറുകെ പിടിക്കുകയാണെങ്കിൽ ഒരിക്കലും നമുക്ക് ഭൗതികമായിട്ടുള്ള ആ മായയുടെ പിടിയിൽ നമുക്ക് പെടാനായിട്ട് നമ്മൾ നിന്ന് കൊടുക്കില്ല. അല്ലെ? മായയുടെ കയ്യിൽ എന്താ ഉള്ളത്? തൃശൂലം. അല്ലെ? ആ തൃശൂലത്തിലൂടെ നമുക്ക് എന്തൊക്കെയാ നമുക്ക് തരുന്നത്? ആ തൃശൂലത്തിലൂടെ നമുക്ക് ആധ്യാത്മിക ദുഃഖം, ആദി ഭൗതിക ദുഃഖം, ആദി ദൈവിക ദുഃഖം, ഇത്രയും ദുഃഖങ്ങൾ നമുക്ക് തരുന്നുണ്ട്. അതായത് നമ്മുടെ സ്വന്തം ശരീരവും മനസ്സും കൊണ്ടുണ്ടാവുന്ന ദുഃഖം, മറ്റുള്ളവരിൽ നിന്ന് നമുക്കുണ്ടാകുന്ന ദുഃഖം, പിന്നെ എന്താ പറയാ ദൈവികമായിട്ടുള്ള ഇതിൽ നിന്ന് നമുക്ക് വരുന്ന പ്രകൃതിക്ഷോഭങ്ങളാലൊക്കെ ഉണ്ടാവുന്ന ദുഃഖം. ഈ 3 ദുഃഖങ്ങളാണ് മായ നമുക്ക് നൽകിക്കൊണ്ടേ ഇരിക്കുന്നത്. അപ്പൊ ആ മായയുടെ പിടിയിൽ നിന്ന് അതായത് കൃഷ്ണ സൂര്യസമ മായാഹയ അന്ധകാരം. ഭഗവാൻ സൂര്യന് സമമാണ്. മായ എന്ന് പറയുന്നത് അന്ധകാരത്തിന് തുല്യമാണ്. എവിടെ സൂര്യനുണ്ടോ അവിടെ അന്ധകാരം ഒരിക്കലും ഉണ്ടാവില്ല. അപ്പൊ നമ്മൾ ആരെയാണ് കൂട്ടുപിടിക്കേണ്ടത്? മായയാണോ ഭഗവാനെയാണോ? ഭഗവാനെ തന്നെ നമ്മൾ കൂട്ടുപിടിക്കണം. അല്ലെ? അന്ധകാരത്തിലേക്ക് പോകാൻ ആർക്കും ഇഷ്ടപ്പെടില്ല. പക്ഷെ നമ്മുടെ അജ്ഞാനത്താല് നമ്മൾ ആ അന്ധകാരത്തിലേക്ക് ചെന്ന് ചാടുകയാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പൊ ആ അജ്ഞാനം അകറ്റുന്നത് അല്ലെ? ഓം അജ്ഞാന തിമിരാന്തസ്യ ജ്ഞാനാഞ്ജന ശലാക്കയ ചക്ഷുർ ഉന്മിലിതം ഏന തസ്മൈ ശ്രീ ഗുരവേ നമഃ. ഈ അജ്ഞാനമൊക്കെ അകറ്റുന്ന ആളാണ് ശ്രീ ആത്മീയ ആചാര്യൻ എന്ന് പറയുന്നത്. അപ്പൊ നമ്മുടെ കണ്ണിലുള്ള ആ തിമിരത്തെ മാറ്റി നമുക്ക് ജ്ഞാനമാകുന്ന ആ ഇത് നമുക്ക് തരുന്നത് ആരാണ്? ആചാര്യനാണ്. അപ്പൊ അങ്ങനെയുള്ള ഒരു ആചാര്യനെ ശരണം പ്രാപിച്ചുകൊണ്ട് ഭക്തിയുത സേവനത്തിൽ മുന്നേറുന്ന ഒരാൾക്ക് നമ്മുടെ ലക്ഷ്യപ്രാപ്തി, അതായത് ഭഗവത് പ്രാപ്തി നേടാനായിട്ട് സാധിക്കും എന്നാണ് നമുക്ക് ശ്രീമദ് ഭാഗവതത്തിലൂടെ. അതായത് ശ്രീമദ് ഭാഗവതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൽ മുഴുവനും ഭക്തന്മാര് ഭഗവാനെ ഗ്ലോറിഫൈ ചെയ്യാണ്, ഭഗവാനെ കീർത്തിക്കുകയാണ്. അല്ലെ? ബ്രഹ്മാവിന്റെ സ്തുതി, ഇന്ദ്രസ്തുതി, ഭീഷ്മസ്തുതി, ഗോപികളുടെ സ്തുതി, ഗജേന്ദ്ര സ്തുതി, ഇങ്ങനെ എല്ലാം ഒരുപാട് സ്തുതി ഗീതങ്ങളെ കൊണ്ട് നിറഞ്ഞിട്ടുള്ളതാണ് ശ്രീമദ് ഭാഗവതം എന്ന് പറയുന്നത്. അല്ലെ? അപ്പോ ഈ ശ്രീമദ് ഭാഗവതം നമ്മള് അതാണ് ഇതില് പറയുന്നില്ലേ, അതായത് നമ്മുടെ ഈ താപത്രയങ്ങളെ എല്ലാം വേദ്യം വാസ്തവം അത്ര വസ്തു ശിവതം താപത്രയോന്മൂലനം, ഈ താപത്രയങ്ങളെ എല്ലാം ഉന്മൂലനം ചെയ്യും എന്ത്? ശ്രീമദ് ഭാഗവതം. അപ്പൊ ശ്രീമദ് ഭാഗവതം പഠിക്കുക വഴി നമുക്ക് ഈ ത്രിവിധ ക്ലേശങ്ങളിൽ നിന്നും, ഈ ഭൗതികമായിട്ടുള്ള ക്ലേശങ്ങളിൽ നിന്നും എല്ലാം നമുക്ക് മോചനം നേടാനായിട്ട് സാധിക്കും. അതാണ് ശ്രീമദ് ഭാഗവത പഠനത്തിന്റെ
ഒരു വലിയ നേട്ടം എന്ന് പറയുന്നത്. ഇതിൽ പരം അപ്പുറത്തേക്കുള്ള നേട്ടം നമുക്കൊന്നും നേടാനില്ല. അപ്പൊ ഈ ശ്രീമദ് ഭാഗവത പഠനം വളരെ സീരിയസ് ആയി നമ്മൾ എടുത്തുകൊണ്ട് വെറുതെ വായിച്ചു പോവുകയല്ല, അത് ഹൃദിസ്ഥമാക്കി മനസ്സിലാക്കി അത് മനസ്സിന്റെ ഉള്ളിലേക്ക് എടുത്ത് അത് പ്രകാരം നമ്മുടെ കർമ്മങ്ങളും നമ്മുടെ പ്രവർത്തനങ്ങളും ആ ശ്രീമദ് ഭാഗവതത്തിൽ പറഞ്ഞിട്ടുള്ളതിനനുസരിച്ച് നമ്മൾ പ്രവർത്തിക്കുകയാണെങ്കിൽ അങ്ങനെയുള്ള ആൾക്കാരെയാണ് നമ്മൾ വ്യക്തി ഭാഗവതം എന്നൊക്കെ നമ്മൾ പറയുന്നത്. അതായത് ശ്രീമദ് ഭാഗവതത്തിലെ സർവ കാര്യങ്ങളും മനസ്സിലാക്കി അത് പ്രകാരം ജീവിക്കുന്ന ഒരു വ്യക്തിയാണ് വ്യക്തിഭാഗവതം. അപ്പൊ ആ വ്യക്തിഭാഗവതവും ഗ്രന്ഥഭാഗവതവും തമ്മിൽ ഒരു വ്യത്യാസവും നമുക്ക് വരില്ല. അദ്ദേഹത്തിനെ നമ്മൾ ആരാധിക്കുക വഴി, അദ്ദേഹത്തിനെ സേവനം ചെയ്യുക വഴി ശ്രീമദ് ഭാഗവതത്തെ സേവ ചെയ്യുന്നതിന് തുല്യമാണ്. ശ്രീമദ് ഭാഗവതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഭഗവാൻ, സാക്ഷാൽ ഭഗവാൻ തന്നെയാണ് ശ്രീമദ് ഭാഗവതം. ഓക്കെ, സോ അങ്ങനെ ശ്രീമദ് ഭാഗവതത്തിലെ ഈ 5-ാമത്തെ സ്കന്ധത്തിലെ 39-ാം ശ്ലോകത്തിന്റെ ഭാഷ്യം ഇവിടെ അവസാനിച്ചിരിക്കുകയാണ്. അത് കഴിഞ്ഞ് ഇനി ഒരു ശ്ലോകം കൂടി കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ അധ്യായം നമുക്ക് അവസാനിച്ച് അടുത്തത് നാരദരും വ്യാസദേവനും തമ്മിലുള്ള സംവാദത്തിലേക്കാണ് കടക്കാൻ പോകുന്നത്. ഓക്കെ, ഹരേ കൃഷ്ണ. എന്തെങ്കിലും സംശയങ്ങളോ ഞാൻ ഇന്ന് എടുത്തിട്ടുള്ളതിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ എനിക്കറിയാവുന്നതാണെങ്കിൽ പറഞ്ഞു. ഹരേ കൃഷ്ണ. പ്രണാമം. ഹരേ കൃഷ്ണ മാജി. പ്രണാം മാജി. താങ്ക് യു മാജി. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. നല്ല ക്ലാസ് ആയിരുന്നു മാജി. ഹരേ കൃഷ്ണ. കൃഷ്ണ. ഹരേ കൃഷ്ണ മാതാജി. താങ്ക് യു മാതാജി. നല്ല ക്ലാസ് ആയിരുന്നു. ഹരിബോൾ. ഹരേ കൃഷ്ണ. ഹരിബോൾ. പ്രണാം. 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 ഹരേ കൃഷ്ണ മാതാജി. ഹരേ കൃഷ്ണ. മാതാജി, പ്ലീസ് അക്സെപ്റ്റ് മൈ ഹംബിൾ ഓബിയൻസ്. മാതാജി, ഒരു ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു മാതാജി. അത് ഒന്നാമത്തെ ക്വസ്റ്റ്യൻ മാതാജി പറഞ്ഞു, വേദങ്ങളിൽ ഒരിക്കലും മാറ്റമില്ലാത്തതാണ്, പുരാണങ്ങൾ കാലത്തിനനുസരിച്ച് മാറ്റം ഉണ്ടാകുന്നു പറഞ്ഞു. അതിന് എന്തെങ്കിലും ഒരു എക്സാമ്പിളോ അല്ലെങ്കിൽ എന്താണ് അങ്ങനെ പറയാനുള്ള ഒരു കാരണം എന്ന് പറഞ്ഞുതരാമോ മാതാജി? പുരാണങ്ങൾക്ക് ഇപ്പൊ അതിനൊരു എക്സാമ്പിൾ ആയിട്ട് നമ്മൾ പറയുകയാണെങ്കിൽ എനിക്ക് അതൊന്ന് റെഫർ ചെയ്യണമായിരുന്നു. പക്ഷെ അത് നമ്മുടെ ഇതില് എല്ലാ ഗ്രന്ഥങ്ങളിലും പറഞ്ഞിട്ടുള്ളതാണ്. പുരാണങ്ങൾക്ക് മാറ്റങ്ങൾ ഉണ്ടാകും. പുരാണങ്ങൾ എപ്പോഴും അത്, വേദങ്ങൾ എന്ന് പറയുന്നത് അത് ശാശ്വതമായിട്ടുള്ള ഒരു സംഭവമാണ്. പുരാണങ്ങള് പലതും വളച്ചൊടിച്ച് വീണ്ടും അത് അതിന്റെ എക്സാമ്പിൾ എന്താന്നുള്ളത് എനിക്ക് ഞാൻ അത് നോട്ട് ചെയ്ത് വെച്ചിട്ടില്ല. പക്ഷെ പുരാണങ്ങൾ പിന്നീട് വളച്ചൊടിച്ച് പറയാൻ ചാൻസ് ഉണ്ട് എന്നുള്ളതാണ് പറഞ്ഞത്. അതിന് ആളുകൾ മാറ്റം വരുത്തുന്നതാണ്. കാലത്തിനനുസരിച്ച് ആളുകൾ അതിൽ അഡീഷനും ഉണ്ടാവും എന്നാ പറഞ്ഞു. ഹരേ കൃഷ്ണ. ആധികാരികമായിട്ട് അതിന്റെ എക്സാമ്പിൾ സഹിതം പറഞ്ഞു തരാൻ എനിക്ക് ഇപ്പൊ പറ്റുന്നില്ല പ്രഭു. കുഴപ്പമില്ല മാതാജി. ഞാൻ ജസ്റ്റ് ഇങ്ങനെ അത് കേട്ടപ്പോ ഞാൻ ഇങ്ങനെ ആലോചിക്കായിരുന്നു, എന്തായിരിക്കും അങ്ങനെ മാറ്റങ്ങൾ വന്നിട്ടുള്ള എന്തെങ്കിലും അങ്ങനെ ഉണ്ടോന്ന് ഉള്ള ഒരു ആകാംക്ഷ കൊണ്ട് ചോദിച്ചാണ്. അനുസരിച്ച് പുരാണങ്ങൾ മാറും എന്നാണ് പറയുന്നത്. ഓക്കെ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഹരിബോൾ. താങ്ക് യു മാതാജി. മാതാജി, ഒരു ക്വസ്റ്റ്യൻ കൂടി ചോദിക്കാം മാതാജി. യെസ് പ്രഭു. മാതാജി, ഇവിടെ എനിക്ക് കുറെ കാലം കൊണ്ടുള്ള ഒരു ക്വസ്റ്റ്യൻ, ഒരു ചിന്തയാണത്. കാരണം നാരദ മഹർഷി ബ്രഹ്മദേവനിൽ നിന്നാണ് ഈ ജ്ഞാനം കിട്ടിയത്. പക്ഷെ ഈ പുരാണങ്ങളിലെല്ലാം പറയുന്ന അദ്ദേഹം ഒരു ദാസീപുത്രനായിട്ട് ജനിച്ചു. പിന്നെ നല്ല ഉത്തമരായ ഭക്തന്മാരെ സേവിച്ചത് അവരുടെ അല്ലെങ്കിൽ അവരുടെ ഉച്ഛിഷ്ടം കഴിച്ചിട്ടാണ് ഇദ്ദേഹത്തിന് അടുത്ത ജന്മത്തിൽ നാരദ ജന്മം കിട്ടിയെന്ന് പറയുന്നത്. അപ്പൊ ഈ നാരദ മഹർഷിക്ക് അത്രയും വലിയൊരു ഭക്തനായിട്ട് ജനിക്കാനുള്ള ഭാഗ്യം കിട്ടുക, അത്രയും ഉത്തമരായ ഭക്തന്മാരെ അതിനു മുൻപ് ഉണ്ടായിരുന്നു എന്നല്ലേ നമ്മൾ അതിന് മനസ്സിലാക്കേണ്ട മാതാജി? കാരണം അപ്പൊ അവരുടെ ആ ഒരു ജ്ഞാനം അല്ല, അതാ ഈ ഋഷിമാരെയും അവരെയൊക്കെ ചാതുർമാസ സമയത്ത് അവരെയൊക്കെ സേവിക്കാനും അവരുടെ ഉച്ഛിഷ്ടം ഭക്ഷിക്കാനും ഉള്ള ഒരു ചാൻസ് നാരദമുനിക്ക് ലഭിച്ചു. നാരദമുനിക്ക് ലഭിച്ചു കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിന് ഉണ്ടായിരുന്ന ഏക ആശ്രയമായിരുന്നു അദ്ദേഹത്തിന്റെ മാതാവ്. ആ മാതാവ് ഭക്ഷണം അവര് മരണപ്പെടുകയും അദ്ദേഹത്തിന് ആശ്രയമൊന്നുമില്ലാതെ അദ്ദേഹം പിന്നീട് വേറെ ഒരു, അതായത് നമ്മൾ പറയില്ലേ, ഭഗവാനെ മാത്രം നമ്മൾ ആശ്രയിക്കുന്ന ഒരാൾക്ക് നമ്മുടെ എല്ലാം ഭഗവാൻ എടുക്കും. എന്നിട്ടാണ് നമ്മളെ ഭക്തിയിലേക്ക് നമ്മളെ അതിൽ നിരന്തരം ഉറപ്പിക്കാനായിട്ട്. എന്നിട്ടാണ് നാരദമുനി ശ്രീവടക്കില് ആയിട്ട് യാത്ര ചെയ്യുന്നതും
അവസാനം അദ്ദേഹത്തിന്റെ ശരീരം ത്യജിച്ചതിന് ശേഷം ആണ് പിന്നീട് ബ്രഹ്മാവിൽ നിന്ന് അദ്ദേഹം വീണ്ടും ഇതാവുന്നത്. ഓക്കെ ഓക്കെ, താങ്ക് യു മാതാജി. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. വളരെ നന്ദി മാതാജി, വളരെ സന്തോഷം. സ്വാഗതം മാതാജി. ഹരേ കൃഷ്ണ. നമുക്ക് വേണം മാതാജി, സന്തോഷം. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. എനിക്കൊരു ചെറിയ സംശയം ഇവിടെ. യെസ് പ്രഭു. ഭാവാർത്ഥത്തില് ഇരുവരിലും സ്ഥിരപ്രതിഷ്ഠിതമായ വിശ്വാസമുള്ള ഒരാൾക്ക് ഭഗവാന്റെ അനന്യത ഉത്തരോത്തരമായി ഭഗവാൻ ദൃശ്യമാക്കുന്നു. അനന്തരം ഭക്തൻ നിർലോഭമായ 8 തരം വിഭൂതികളാൽ സമ്മാനിതനാകുന്നു. ആ 8 തരം വിഭൂതികൾ എന്താണെന്ന് പറയാമോ? അത് നമ്മൾ പറഞ്ഞിട്ടുള്ളത് ഞാൻ പറഞ്ഞില്ലേ, നമ്മളിപ്പോ ഇപ്പൊ ഭക്തിയിലേക്ക് നമ്മൾ മുന്നോട്ട് പോകുമ്പോഴേ നമ്മള് ഭഗവത്ഗീതയിലെല്ലാം പഠിച്ചിട്ടുണ്ട്. അതായത് ഈ സത്വാന്വേഷികളെ കുറിച്ചൊക്കെ നമ്മൾ കേട്ടില്ലേ? യമം, നിയമം, ആസനം, പ്രാണായാമം, പ്രത്യാഹാരം, എന്താ പറയാ, പിന്നെ ധാരണ, ധ്യാനം, സമാധി. ഈ അഷ്ടാംഗ യോഗ സിദ്ധികളിലൂടെയാണ് ലാസ്റ്റ് നമ്മൾ സമാധിയിലേക്ക് എത്തുന്നത്. സമാധി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഭഗവാനെ മാത്രം ഭജിച്ചുകൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥയാണ് നമ്മൾ പറയുന്നത്. അപ്പൊ ഈ 8 തരം ഇങ്ങനെയുള്ള ഈ 8 തരം യോഗസിദ്ധികള് നമ്മള് ഭഗവാനെയും ആചാര്യനെയും ശരിയായിട്ട് നമ്മൾ അനുസരിച്ചുകൊണ്ട് ചെയ്യുവാണെങ്കിൽ ഈ 8 തരം യോഗസിദ്ധികൾ നമുക്ക് നേടിയെടുക്കാൻ സാധിക്കുമെന്നാണ് പറയുന്നത്. ഓക്കെ പ്രഭു. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ മാതാജി, ഞാനൊരു സംശയം ചോദിക്കട്ടെ? യെസ് മാതാജി. മാതാജി പറഞ്ഞല്ലോ ഗുരുവും ഭഗവാനും ഒരേപോലെ വിശ്വസിക്കണം എന്നുള്ളത്. അപ്പൊ ഗുരു നമ്മുടെ ഗുരുവിന്റെ രീതി ശരിയല്ലെങ്കിൽ എന്ത് ചെയ്യും? അതായത് ശിഷ്യന്മാരെ അവഗണിക്കുന്ന മാതിരിയുള്ള. അത് ഞാൻ പറഞ്ഞത് മാതാജി, നമ്മൾ ഒരു പരമ്പരയിൽ നിന്ന് വന്നിട്ടുള്ള ഒരു ഗുരുവിനെ ആയിരിക്കണം നമ്മൾ സ്വീകരിക്കേണ്ടത്. അതായത് ആധ്യാത്മിക ഗുരുവായിട്ട്, ദീക്ഷാ ഗുരുവായിട്ട്. നമുക്ക് ശിക്ഷാ ഗുരുക്കന്മാര് കുറെ പേരുണ്ടാകും. നമുക്ക് നോളേജ് തരുന്നതും നമ്മളെ ഭക്തിയിലേക്ക് എത്തിക്കുന്നതും ഒക്കെ ആയിട്ടുള്ള നമുക്ക് കുറെ ഗുരുക്കന്മാരുണ്ടാകും. പക്ഷെ നമുക്ക് ശിക്ഷാ ഗുരു ഒരാളേ ഉള്ളൂ. ദീക്ഷാ ഗുരു നമുക്ക് കുറെ പേരുണ്ടാകും. ശിക്ഷാ ഗുരു എന്ന് പറയുന്നത് ഒരാളാണ്. അപ്പൊ ആ ഒരു ശിക്ഷാ ഗുരുവിനെ നമ്മൾ എന്താ പറയാ തെരഞ്ഞെടുക്കുന്ന സമയത്ത് നമ്മൾ നമ്മുടെ പരമ്പരയിൽ നിന്ന് വന്നിട്ടുള്ള ഭഗവാന്റെ ആ പരമ്പരയിൽ നിന്ന് വന്നിട്ടുള്ള ഈ 4 സമ്പ്രദായങ്ങളിൽ ഈ പരമ്പരയിൽ കൂടെ വന്നിട്ടുള്ള ഒരു ഗുരുവിനെ ആയിരിക്കണം നമ്മൾ തെരഞ്ഞെടുക്കേണ്ടത്. അപ്പൊ ആ ഗുരു ഭൗതികമായിട്ട് പോവുകയാണ്, അദ്ദേഹം നമ്മളെ വഴി തെറ്റിച്ചുകൊണ്ട് പോവുകയാണെങ്കിൽ അദ്ദേഹത്തെ തിരസ്കരിക്കാനുള്ള ഇത് നമുക്ക് പറഞ്ഞു. ഓക്കെ മാതാജി. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. അപ്പോൾ ഇനി കൂടുതൽ ആർക്കും സംശയങ്ങളൊന്നും ഇല്ലെന്ന് തോന്നുന്നു. ഓക്കെ, ഹരേ കൃഷ്ണ. അപ്പൊ കൃപ സിന്ധുഭ്യേവ പതിതാനം പാവനേഭ്യോ വൈഷ്ണവേഭ്യോ നമോ നമഃ. നന്ദപുരി കി ജയ്, ശ്രീ ഭാഗവതം കി ജയ്. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. താങ്ക് യു മാജി, താങ്ക് യു സോ മച്ച്. നല്ല ക്ലാസ് ആയിരുന്നു മാജി. താങ്ക് യു സോ മച്ച് മാജി. ഹരേ കൃഷ്ണ.